അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴയാണ്. നല്ലൊരു വലിയ ഊക്കിലൊന്നും പെയ്യണില്ല, ഒരു ചാറ്റൽ മഴയാണ് കേട്ടോ. എന്നാൽ ഈ ചാറ്റൽ മഴ പറഞ്ഞാൽ മഴ അങ്ങനെ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശക്തിയായി പെയ്യണ അതിനെക്കാട്ടിലും നല്ലത് ഈ ചാറ്റൽ മഴ കേട്ടോ. ആ വെള്ളം ഭൂമിക്ക് കണ്ടിറങ്ങും. ആ ഒരു നനവ് എപ്പോഴും നിൽക്കും കേട്ടോ. നിങ്ങൾ വലിയ മഴ പെട്ടെന്നാണ് പെയ്തു പോകണ മഴ അതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ചാറി പെയ്യുന്നതാണ്. ചെറിയ മഴയാണ്, അതാണ് ഭൂമിക്ക് ഇറങ്ങുള്ളൂ. മറ്റത് അങ്ങനെ കണ്ട് വിളിച്ചാൽ ഒറ്റ പോക്കങ്ങനെ പോകും. അതുപോലെ തന്നെ നമ്മളിവിടെ ബോഗൺവില്ലൊക്കെ നനഞ്ഞ് ആകെ നാശമായ മാതിരി ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും വേണ്ടിയില്ല, നമുക്ക് നമ്മളെ മറ്റ് ചെടികൾക്കൊക്കെ അതൊരു നല്ലതാണ് കേട്ടോ ഈ മഴ ഇങ്ങനെ പെയ്യണത്. ഈ ബോഗൺവില്ലൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷേ അതുപോലെയല്ല നമ്മൾ മറ്റ് ചെടികൾക്കൊക്കെ ഈ മഴ നല്ലൊരു നമ്മൾ എത്ര നനച്ചിട്ടും കാര്യം, ഒരു മഴ നനവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഇതാണ് കേട്ടോ ചെടികൾക്ക്. അതുപോലെ തന്നെ നമ്മളെല്ലാ ചെടികളും നല്ല ഉഷാറായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ നനഞ്ഞ് നിൽക്കണ കാണാൻ ഒരു നല്ലൊരു രസമാണ് കേട്ടോ. നമ്മൾ മുറ്റത്ത് ഇങ്ങനെ ഇരുന്ന് ഈ മഴ നനവും ഇതിൻ്റെ ഇടയിലൊരു ചെറിയൊരു വെയിലിങ്ങനെ ഉണ്ട് കേട്ടോ. ആ വെയിലും കൂടി ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമാണ് കാണാൻ. അതേപോലെ തന്നെ ഈ നമ്മളെല്ലാ ചെടിയും നനഞ്ഞ് ഈ സൈഡിലുള്ള ചെടികളല്ലാത്തൊക്കെ നമ്മൾ നനഞ്ഞിട്ടുണ്ട്. നമ്മൾ വലിയ വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികൾ മാത്രമാണ് നമ്മൾ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ അടീനിയൊക്കെ നമ്മൾ സൈഡിലാണ് വെച്ചിട്ടുണ്ട്. വലിയ വെയിൽ കൊള്ളിക്കണില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ വെയിൽ നല്ലോണം കൊള്ളിക്കണം അടീനത്തിന്. പക്ഷേ പുറത്ത് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒരു ഉണങ്ങിപ്പോകുന്ന ഒരു മഞ്ഞ കളറായി ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ സൈഡിലേക്ക് ഈ അടീനിയം മാറ്റിയത് കേട്ടോ. സൈഡിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു അടീനിയത്തിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ എത്ര ഈ വെയിലത്ത് വെച്ചാലും നമുക്ക് ആ ഒരു ഇത് കിട്ടൂല കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ പട്ടകൾ, ഈ ഇല, അതിൻ്റെ ഒരു തണ്ട് ഇതൊക്കെ ഒരു മഞ്ഞ കളറായിട്ടൊരു ഇങ്ങനെ ഒരു കേട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ തണലത്ത് വെച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പൂക്കളും ഉണ്ട്, വളർച്ചയൊക്കെ നല്ലതാണ്. ചില ആൾക്കാർ പറയുന്നുണ്ടത് തണലത്ത് വെയിലത്ത് വെക്കണം, തണലത്ത് വെക്കാമെന്ന് ആദ്യമായിട്ട് ഒരാളാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരി തന്നെ ഈ കാരണം ഞാൻ ഇത് തണലത്ത് വെച്ചിട്ടാണ് എനിക്ക് ഈ ചെടീൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല റിസൾട്ടാണ്, നല്ല പൂക്കളുണ്ട്. ഓരോ കമ്പുമേലും ഇത് കണ്ടില്ലേ, ഇത്ര പൂക്കൾ ഇതിമുണ്ട്. ഇനി ഇങ്ങനെ പൂവിങ്ങനെ വിരിയണമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇലച്ചെടിയൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ കൊണ്ട് നനഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് രാവിലെ നനക്കാൻ നിന്നപ്പോഴാണ് ഈ മഴ വന്നത്. അപ്പോൾ ഇന്നത്തെ നന ഒഴിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഈ മഴ കൊണ്ടിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. വേണ്ടിയില്ലേ, ഒക്കെ നല്ല മഴ ഇങ്ങനെ നനഞ്ഞ് ഇങ്ങനെ തുള്ളി ഇങ്ങനെ വീണ് കണ്ടില്ലേ. ഇത് നല്ല മഴ നനഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ ഇലൊക്കെ വേണ്ടിയില്ലേ, ഇതൊക്കെ നല്ല ഇതിനൊക്കെ അറച്ച് വെള്ളമാണ് കേട്ടോ. വേണ്ടിയില്ല, ഇവിടെയൊക്കെ നല്ല ഇതുണ്ട്. അതുപോലെ തന്നെ ഈ അടീനിയത്തിന് വേണ്ടിയില്ലേ, ഒക്കെ നനഞ്ഞ് നല്ല നനവാണിത്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ്. ഈ മഴത്തുള്ളി ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ ഈ ചെടികൾ നിൽക്കുന്നത് കാണുമ്പോൾ കേട്ടോ, നല്ല ഒരു ഭംഗിയാവും ഇത് കാണാൻ. ഇതിപ്പോൾ ഒക്കെ മഴ നനഞ്ഞ് നല്ല മഴത്താണ്. ഈ മഴ കൊണ്ടാലും വേണ്ടിയില്ല, അതൊന്ന് വീഡിയോ പിടിക്കണം വെച്ചിട്ടാണ് ഞാൻ ഈ മഴ കൊണ്ടിട്ട് ഞാനിവിടെ ഇറങ്ങി കേട്ടോ. കണ്ടില്ല, ഈ ഒരു മഞ്ഞ ഇലച്ചെടി ഒക്കെ ഇങ്ങനെ നല്ല തിക്കായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. അത് അത് കണ്ടില്ല, ഇത് നമ്മൾ ഇങ്ങനെ തിക്കായി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണോ, ഒരൊറ്റ കമ്പ് മാത്രം നടരുത്. ഇതിൽ ഞാൻ നട്ടിട്ടുള്ളത് 4 കമ്പാണ് ഇതിൽ നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഇതൊരു ഒരു കൊമ്പായിട്ടാണ് കാണാം, പക്ഷേ മയിലുണ്ടാകും. ഒരു കൊമ്പായിട്ടാണ് ഇത് കാണുക കേട്ടോ. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇതിന് നല്ല
ബുഷായിട്ട് ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇലച്ചെടി ഇനിയിപ്പോൾ 4, 5, 10 കമ്പ് നട്ടാലും ഒരു ചട്ടിയിൽ നട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഇല ആ കളറായിട്ട് എപ്പോഴും ഉണ്ടാവും. പക്ഷേ പൂവിടുന്ന ചെടി നമ്മൾ ഒറ്റ പിന്നെ ഇത് നടാൻ പാടുള്ളൂ. അതിൻ്റെ 2 കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു മത്സര വളർച്ച ആയിട്ട് നമുക്ക് അതിന് പിന്നെ ഈ പിന്നെ പൂവുണ്ടാവില്ല കേട്ടോ. ഇലച്ചെടി നമുക്ക് കഴിയണ അത്ര അതിൽ നടാം, എത്ര നട്ടാലും കുഴപ്പമില്ല. അത് നമുക്ക് ആ സ്വാഭാവിക ഇലൻ്റെ കളർ എന്നാലും കിട്ടും. കണ്ടില്ല ഇവിടെ ഇതൊക്കെ നനഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതേമാതിരി അടീനിയം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെയിൽ കൊള്ളാത്തവിടുത്തെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ പൂമ്മലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മരത്തുള്ളി ഇങ്ങനെ ഒന്ന് നല്ല നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളെ ക്യാമറ നനയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനും വല്ലാതെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ ഞാൻ പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മഴ വന്നിട്ട് ഈ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം ചാടുന്നതാണ് കേട്ടോ. പിന്നെ നല്ല മഴ പെയ്യണമൊന്നുമില്ല, വലിയൊരു ചാറ്റൽ മഴയായിട്ട് കുറേ ഒരു മണിക്കൂറായത് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. ഇങ്ങനെ നിന്നാൽ നമുക്ക് നല്ലൊരു പിന്നെ ഗുണം തന്നെയാണ്. ഈ ചാറ്റൽ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിക്ക് ആ വെള്ളം ഇറങ്ങി ആ നനവ് എപ്പോഴും നിൽക്കും. അപ്പോൾ എന്തുകൊണ്ടും ചാറ്റൽ മഴ തന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ അത് ഒരു മണിക്കൂറായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. വലിയ മഴയാണെങ്കിൽ പെട്ടെന്നാണ് പെയ്തിട്ടാണ്ട് അങ്ങോട്ട് നിന്ന് പോകും. അപ്പോൾ ഞാനിനി ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടില്ലത് ഇതിന് നമ്മൾ വളം ചെയ്താണ് കേട്ടോ. അത് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നത് കണ്ടില്ലേ. ഇങ്ങനെ നല്ല ഒരു ഇതിമേ ഇപ്പോൾ ഇത് പൂ വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് ഇതിന് നിറയെ പൂക്കളാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വളം ചെയ്യൽ ഇതിന് നിർത്താൻ പാടില്ല. എപ്പോഴും നമ്മൾ പിന്നെ ആ വളം നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ അത് അതിൻ്റെ ആ ഒരു ഇതിന് എപ്പോഴും ഉണ്ടാവുള്ളൂ. മറ്റേത് ഒരു ട്രിപ്പിന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വളം ചെയ്യും. അപ്പോൾ ഒരു 10-15 ദിവസം പൂവില്ലാതിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഇത് വളം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കണ്ടില്ലേ നല്ലൊരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണിത്. പിന്നെ ഇവിടെ റോസ് ഉണ്ട്. ഈ ചെറിയ റോസാണ് കേട്ടോ. അത് ചെറിയ റോസുകളാണ് ഇതിലുണ്ടാകുക. അതുപോലെ തന്നെ അത് വലിയ റോസ് ഉണ്ട് ഇവിടെ. റോസ് കളറാണിത്. പിന്നെ അപ്പുറത്ത് ഇത് ഇങ്ങനെ പടർന്നുണ്ടാകുന്ന ഒരു റോസാണ് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മളൊരു കമ്പ് വെച്ചോ അല്ലെങ്കിൽ വീടിൻ്റെ ഇറയത്തൊക്കെ നമ്മളിതിങ്ങനെ കെട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരുപാട് വലുതാവും കേട്ടോ. വലിയ ഒരു വള്ളി പോലെ പടർന്ന് കഴിയുമ്പോൾ നല്ല പൂക്കളുണ്ടാവും. ഇതിപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് അത് ഇതുപോലെ ആവും, നിറയെ പൂക്കളാവട്ടത്. ഇത് ചെറിയ പൂക്കളാണെങ്കിൽ ഒരു കൊലയിൽ 10-20 പൂക്കളുണ്ടാവും. ഈ റോസ് നമ്മൾ ഇത് നട്ട് ഇങ്ങനെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. നല്ല പൂക്കളുണ്ടാവും, നല്ല വാസനയുള്ള ഒരു റോസാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം.